ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാട്ടിലെ അതായത് കുറ്റിക്കാട്ടൂരിലെ ബ്ലോക്കാട്ടോ. ഇന്ന് തുടങ്ങിയല്ല, മനാൻ തുടങ്ങിയല്ല, കുറേ ആയി തുടങ്ങിയിട്ട് വൈകുന്നേരമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു കാരണം പറയുന്നത് വെച്ചാൽ ഇപ്പം കുറ്റിക്കാട് പടിഞ്ഞാറ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ റോഡൊന്നും എന്താക്കുന്നുണ്ട്, അവിടെ പാലം പൊളിച്ചിങ്ങാണ്ട് പകുതി നന്നാക്കുന്നുണ്ട്. അത് കാരണം കൂടി പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു മന്ദഗതിയിലാണ് പണി നടക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പണി നടക്കേണ്ടതാണ്. കാരണം വെച്ചാൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആൾക്കാർ, പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പിന്നെ രാവിലെ തന്നെ പണിക്ക് പോകുന്ന ഒരു ഉദ്യോഗസ്ഥന്മാർ, ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ, പണിക്ക് പോകുന്ന ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന വയ്യല്ലേ. നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ട് പെട്ടെന്ന് പോകുന്നത് അവിടെ ബ്ലോക്കായി കാരണം അതിൻ്റെ കിടക്കുക എല്ലാവരും. പിന്നെ കച്ചവടക്കാർ നന്നാക്കി ബാധിക്കുന്നുണ്ട്. ബ്ലോക്ക് കണ്ടൊക്കെ അറിയാം, എപ്പോഴും ബ്ലോക്ക് തന്നെ ഉണ്ടാവില്ലേ. ഇതിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കുറ്റിക്കാട് ബ്ലോക്കാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ എത്രയോ തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, ആരോട് പറയാം. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകാം. ആര് ജയിക്കലുള്ള എനിക്ക് വിഷയമല്ല, ആര് ജയിച്ചാലും ഒരാൾ ജയിക്കല്ലോ, ഇതിനൊരു പരിഹാരം കാണണം. ഈ ബ്ലോക്ക് ബ്ലോക്ക് വെച്ചാൽ എന്തെങ്കിലും പരിഹാരം കാണണം. അല്ലെങ്കിൽ നിരന്തരം ദിവസവും ഇവിടെ ട്രാഫിക് പോലീസ് നിർത്തണം. എന്നാൽ കുറേയൊക്കെ ഒരാൾക്കുണ്ടാവും, അവർക്ക് ശരിയാക്കി കൊടുത്താൽ മതി. അത് രാവിലെ വേണ്ടി വൈകുന്നേരമൊക്കെ വേണ്ടി വരും. അവർ സംവിധാനം കാണണം. ആര് ജയിച്ചാലും ശരി അതിനൊരു സംവിധാനം കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരും ജയിക്കല്ലോ, എന്നിട്ട് കുറച്ച് കാലം കാത്തിക്കും. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യും. അന്നേരം ഞാൻ അങ്ങനെ സമാധാനത്തോടെ കീഴിൽ പറയാം. ഭീഷണിപ്പെടുത്തുന്നല്ല കേട്ടോ. നമ്മൾ നാടിൻ്റെ ഒരു ബ്ലോക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ബുദ്ധിമുട്ട് തീർക്കലാണ് ഒരു ജനപ്രതിനിധിയുടെ കടമ. അറിയാം, അറിയാതിരിക്കില്ല. നല്ലോണം വിവരമുള്ളവരാണല്ലോ ജനപ്രതിനിധിയായി വരുന്നത്. എൻ്റെ കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന ഈ ബ്ലോക്കൊക്കെ ഒന്ന് അവസാനിക്കണം. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടണം. ഇപ്പോൾ മുണ്ടാൻ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്, അവിടെയും ബ്ലോക്ക് ഉണ്ട്. അവർക്ക് ശരിയാവുമെന്ന് വിചാരിക്കുക. അതായാലും ആ റോഡിൻ്റെ പണിയും പിന്നെ ആ പടിഞ്ഞാറ് ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ള കുലുങ്കിൻ്റെ പണിയൊക്കെ റെഡിയാവുമെന്ന് വിചാരിക്കുക. പിന്നെയും അതൊക്കെ കഴിഞ്ഞിട്ടും റെഡിയാവുന്നില്ല. ബ്ലോക്കൊക്കെ തന്നെയാണ്. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ശാശ്വത പരിഹാരമായിട്ട് കണ്ടേ. ഇതിൽ 1-2 ദിവസം പോലീസുകാർക്ക് വന്ന് കണ്ട് ആ ട്രോഫി നിർദ്ദേശിച്ച് കാര്യമില്ല. അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് അന്ന് അവരെ പറഞ്ഞേക്കുക, അത് നിയന്ത്രിക്കുക, വാഹനങ്ങൾക്ക് മര്യാദയ്ക്ക് കടത്തി വിടുക. അതാണ് വേണ്ടത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, ഇതോടെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ വീഡിയോ വരിക. ഓക്കെ, ബ്ലോക്കിനെ പറ്റിയുള്ള വീഡിയോ കേട്ടോ. ഓക്കെ.